നമ്മുടെ ഈ അഭ്യാസത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാ വ്യായാമം ഞാൻ ഇപ്പൊ 7 വർഷമായി ഞാനിതിൽ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട്. ഇറങ്ങാനുള്ള കാരണം എനിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്റെ പിത്തസഞ്ചി റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ഹസ്ബൻഡ് ജിം ട്രെയിനർ ആണ്. അപ്പൊ ആളുടെ വന്നിട്ടുണ്ട്. എന്റെ പിള്ളേരും ഉണ്ട്. ഹായ് മക്കളെ, അങ്ങോട്ട് വരാൻ ഞാൻ 2-3 കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അമ്മയെ കുറിച്ച് കേട്ടോ. അപ്പൊ ആ ഹെൽത്ത് ഇഷ്യൂസ് കാരണം നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വീട്ടിലും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് വ്യായാമത്തിലേക്ക് ഞാൻ ഹസ്ബൻഡ് കൂടെ ഇറങ്ങിയത്. അങ്ങനെ ഞാൻ ചെറിയ രീതി വ്യായാമം തുടങ്ങി. പിന്നെ ഞാൻ സർട്ടിഫിക്കറ്റ് ട്രെയിനർ ആവാണ്ട് നമുക്ക് ഒരാളെ നമുക്ക് കോച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ആദ്യം അവരുടെ ഹെൽത്ത് എങ്ങനെയാണെന്ന് ആദ്യം നമ്മൾ അറിയണം. ഒരാള് ജിമ്മിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് അവരുടെ മെഡിക്കൽ കണ്ടീഷനാണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിച്ചിട്ടാണോ ഒരു ജിമ്മിൽ വരുന്നത്? ഞങ്ങൾ അങ്ങനെ പറയണത്. നിങ്ങൾ ചെയ്യാറുണ്ടോ? ഞാൻ ജിമ്മിൽ പോയി, ഞാൻ ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല. അല്ല, ഞാൻ അങ്ങനെ പോകാറുണ്ടോ എന്ന് ചോദിക്കുക. അങ്ങനെ വിളിക്കാറില്ല. ഡോക്ടറിന്റെ അഡ്വൈസ് ആവശ്യമുണ്ടോ ജിമ്മിൽ പോകുന്നതിന്? അഡ്വൈസ് ആവശ്യമുണ്ട്. ഒരു സെക്കൻഡ് ഡോക്ടറെ, എനിക്ക് തോന്നുന്നു ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നു, അങ്ങനെയൊക്കെ ഈ അമിതമായി വ്യായാമം ചെയ്ത ആൾക്കാർ ആപത്ത് ക്ഷണിച്ചു വരുന്ന ഒരു കാലമാണ്. എനിക്ക് തോന്നുന്നത് എല്ലാവരും അര ഡോക്ടറാ, പക്ഷെ അര ഡോക്ടർ ആളെ കൊല്ലും എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർക്ക് എന്താ തോന്നുന്നത് ഈ കാര്യത്തിൽ? ഇത് തെറ്റിദ്ധാരണകൾ വേണ്ട. കാരണം വെച്ചാൽ 2 കാര്യമുണ്ട്. ഒന്ന്, ശാസ്ത്രീയമായിട്ട് വർക്കൗട്ട് ചെയ്യുക, ഫിറ്റ്നസ് ആകുമ്പോഴത്തേക്ക് ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുകയും ഹൃദ്രോഗ സാധ്യത കുറയുകയും ചെയ്യും. എന്നാൽ അതിന് വേറെ പാരഡോക്സ് ഉണ്ട്, അതായത് വർക്കൗട്ട് പാരഡോക്സ്. അമിതമായാൽ എന്തും ആപത്ത് എന്നതുപോലെ തന്നെ അമിതമായ വ്യായാമം ഉണ്ടെങ്കിൽ അത് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ അതിന്റെ സംഖ്യ എന്തുമാത്രമാണ് എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് പറയുന്നത് പ്രൊഫഷണൽ അത്ലറ്റ്സിൽ ഏകദേശം 1 ലക്ഷത്തിൽ ഒരാൾക്ക് പെട്ടെന്നുള്ള മരണം ഉണ്ടാകാം. 1 ലക്ഷത്തിൽ ഒരാൾക്ക് അത്രയേ ഉള്ളൂ. അത് പ്രൊഫഷണലാണ്. എന്നാൽ അമച്വർ അത്ലറ്റിക്സിൽ അതിനെക്കാട്ടും കുറവാണ്. 0.39. 1 ലക്ഷത്തിൽ 0.39 ഉള്ളൂ. അതുകൊണ്ട് അതിനെ വളരെ വലിയൊരു പ്രശ്നമായിട്ട് അവതരിപ്പിക്കേണ്ട. എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഹൃദയത്തിന്റെ ആരോഗ്യം വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മരണങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്, ധാരാളം കൂടുതൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. സെലിബ്രിറ്റികൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ സിനിമാ നടന്മാർ മരിക്കുമ്പോൾ ഇത് നമ്മൾ വാർത്തയാക്കാറുമുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കൃത്യമായ അവബോധം ഇതിനെക്കുറിച്ച് വേണം. എന്താണ് പ്രശ്നങ്ങൾ, എന്താണ് ജിമ്മിൽ പോകുമ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയോടുകൂടി മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഡോക്ടറെ, ഈ ജിമ്മിലൊക്കെ പോകുമ്പോഴേ ഒരു ഡോക്ടറുടെ അഡ്വൈസ് എടുക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഒരു ആവശ്യ ഘടകമാണോ ശരിക്കും? തീർച്ചയായിട്ടും. 2ആയിട്ട് നമുക്ക് തരംതിരിക്കാം. അതായത് തീരെ ചെറിയ പ്രായത്തിൽ 20-30 വയസ്സുള്ള ഒരാൾ ജിമ്മിൽ പോകുമ്പോഴത്തേക്ക് ഒരു ഡോക്ടറെ കാണുമെന്ന് ഞാൻ പറയില്ല. എന്നാൽ പ്രായമുള്ള ഒരാൾ, ഒരു 35-40 വയസ്സുള്ള ഒരാൾ പോകുമ്പോഴത്തേക്ക് ഒന്ന് ഹൃദയത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ഹൃദ്രോഗ സാധ്യത കൂടി വരുന്നു. പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞവരിലേക്ക് ഹൃദ്രോഗ സാധ്യത വരുന്നു. അതുകൊണ്ട് ഹൃദ്രോഗ സാധ്യത ഈ ജിമ്മിലുള്ള പെട്ടെന്നുള്ള മരണങ്ങൾക്കെല്ലാം മിക്കവാറും കാരണങ്ങൾ, പ്രത്യേകിച്ച് പ്രായം കൂടുതലൊക്കെ കാരണങ്ങൾ ഹൃദയത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് ഹൃദയത്തിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്നറിയുന്നത് നല്ലതായിരിക്കും. ഞാൻ നമ്മുടെ സാഹചര്യത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഹൃദയത്തിന്റെ ആരോഗ്യം മോശമായിരുന്ന ഒരു സാഹചര്യം നോക്കുമ്പോഴത്തേക്ക് ഞാൻ പറയും, നിങ്ങളൊരു ECG എടുക്കണം, ഒരു എക്കോ എടുക്കണം, പറ്റുമെങ്കിൽ ഒരു TMG എടുക്കണം. ഈ കാര്യങ്ങൾ ചെയ്തിട്ട് പ്രത്യേകിച്ച് 35-40 വയസ്സുള്ളവർ ജിമ്മിലേക്ക് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും അവരുടെ ബേസ് ലൈൻ ആയിട്ടുള്ള കാർഡിയാക് റിസ്ക് സാറേ ഞാൻ പറഞ്ഞ് മനസ്സിലായി. കാരണം വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ ഒരാൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ അവരെല്ലാം ഫിറ്റാണെന്നുള്ളതാണ്. അല്ല, ഈ ഹൃദയാരോഗ്യ സാധ്യത എല്ലാവർക്കുമുണ്ട്. ആരും അതിൽ നിന്ന് മുക്തരല്ല. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ നമ്മൾ ഒരു റിസ്ക് കാറ്റഗറിയിൽ പെടുമായിരിക്കാം, നമുക്കൊരു ലോ റിസ്ക് കാറ്റഗറി പെടുമായിരിക്കാം, ചിലർക്ക് ഹൈ റിസ്ക് കാറ്റഗറി പെടുമായിരിക്കും. നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അത് ഒരു ഡോക്ടറെ കണ്ട് ഒരു പരിശോധനയൊക്കെ മനസ്സിലാക്കുക. നമ്മുടെ റിസ്ക് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. വളരെ ലോ റിസ്ക് ഉള്ള ഒരാളാണെങ്കിൽ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. ഇന്റർമീഡിയറ്റ് റിസ്ക് ആണെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. ഹൈ റിസ്ക് ആണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അതാണ് ചെയ്യേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.